പേര് ഇര. യുവതി എന്നാണ് ഇപ്പോൾ ആളുകൾ അഭിസംബോധന ചെയ്യുന്നത്. പ്രായം 60. കേസ് ലൈംഗികമായി ചൂഷണം ചെയ്തു. കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി, അതായത് ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്ത പുരുഷന്റെ പ്രായം 36. ഈ സ്ത്രീക്ക് നാണമില്ലായിരുന്നു. 60 വയസ്സുള്ള സ്ത്രീ മകനാകാൻ പ്രായമുള്ള ഒരു ചെക്കനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അത് പ്രണയത്തിലേക്ക് മാറുക, എന്നിട്ട് ലിവിങ് ടുഗദർ, അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇവർക്കൊരു ഉളുപ്പും ഉണ്ടായിരുന്നില്ലേ? അതായത് സ്വന്തം ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും, അതിനകത്ത് ഏജ് ലിമിറ്റോ ബൗണ്ടറീസോ ഒന്നുമില്ല. ഇതൊരിക്കലും ഷിയാസ് കരീമിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല. ഷിയാസ് കരീമിനെ കുറിച്ച് ഒരുപാട് കേസസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, തെളിവുകളൊക്കെ ആളുകൾ നിരത്തിയിട്ടുണ്ട്. അതൊന്നും കള്ളമാണെന്നോ ഇത് കള്ളമാണെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷെ ഈ ഒരു സ്ത്രീ 60 വയസ്സുള്ള ഈ ഒരു അമ്മച്ചിക്ക് ഉളുപ്പില്ലേ? നാണമില്ലായിരുന്നോ? 36 വയസ്സുള്ള ചെക്കനുമായിട്ട് ലിവിങ് ടുഗദർ, അവനെ ഭർത്താവായി കണ്ടു. എന്നിട്ട് അവൻ കൊടുത്ത, അതായത് ഷിയാസ് കരീം കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ കൂടി വിശ്വസിച്ചിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി ചെലവാക്കാൻ വെച്ചിരുന്ന, സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അവരെ വിശദമായിട്ട് ഈ കേസിൽ ഇടപെട്ട ആളുകളൊക്കെ ചോദിക്കണം. ഉത്തരം മുട്ടിപ്പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ. ഈ പണ്ടത്തെ കാലമൊന്നും അല്ല ഇത്. സ്ത്രീകൾ വന്ന് എന്തെങ്കിലും പരാതി അങ്ങോട്ട് പറയുമ്പോൾ സ്ത്രീകളെ അങ്ങോട്ട് സംരക്ഷിക്കുക, പുരുഷന്മാരെ ക്രൂശിക്കുക. പുരുഷന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഞൊളപ്പ് പിടിച്ച സ്വഭാവം കാണിച്ചിട്ട് മക്കൾക്കും അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ചിലവാക്കേണ്ട, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ചിലവാക്കേണ്ട, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ ഇതുപോലെയുള്ള ഈ 10, 20, 30 വയസ്സ് എളുപ്പമുള്ള, മകനാവാൻ പ്രായമുള്ള ആണുങ്ങളുടെ കൂടെ കൂട്ടും കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആവശ്യമില്ലാത്ത എല്ലാ കന്നന്തിരിവുകളും കാണിച്ചിട്ട് അവസാനം പീഡന കേസ് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞിടക്ക് ഇവന്മാർ കൊടുക്കുന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീണിട്ട് 5ഉം 10ഉം ലക്ഷം കൊടുക്കുമ്പോൾ ചുമ്മാ പോക്കറ്റിൽ നിന്ന്, പേഴ്സിൽ നിന്ന് എടുത്തങ്ങോട്ട് കൊടുക്കുക. എന്ത് വിവരമില്ലായിരുന്നോ ഈ പ്രായത്തിലുള്ള ആണുങ്ങൾ? ഇനിയിപ്പോൾ എന്തായിക്കോട്ടെ, ഇത്രയും ഏജിന് മുതിർന്ന സ്ത്രീയുമായിട്ട് ഇതുപോലൊരു ബന്ധം കീപ്പ് ചെയ്യുമ്പോൾ എന്തോ നിങ്ങളിൽ തന്നെ അങ്ങ് നിൽക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലേ, ആത്മാർത്ഥതയോട് കൂടിയുള്ള. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ഈ സ്ത്രീ പറയുന്നത് ഷിയാസ് കരീം വിവാഹിതനാണെന്ന് പുള്ളിക്കാരത്തി അറിഞ്ഞിട്ടില്ലായിരുന്നു. ഈ ലോകം മുഴുവൻ അറിഞ്ഞു ഷിയാസ് കരീം വിവാഹം ചെയ്തു എന്ന്. അപ്പോൾ വിവാഹം ചെയ്തു എന്നറിഞ്ഞിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ കാണിച്ച ആ സ്ത്രീയുടെ പക്വത കുറവിനെയും പ്രായമില്ലായ്മയും നമുക്ക് നമിക്കേണ്ടതായിട്ടുണ്ട്, ബഹുമാനിക്കണം. പണ്ട് ആരാണ്ട് ഇതുപോലെ ഈ ബസ്സിലിരുന്ന് എന്തോ കാണിച്ചിട്ട് അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പൂമാല ഇട്ടതുപോലെ ഈ സ്ത്രീയെ നമുക്ക് ബഹുമാനിക്കണം. മറുനാടൻ പറഞ്ഞ കണക്ക് ആ സ്ത്രീയുടെ ബഹുമാനമാണത്രേ.